പരിണയം. എങ്ങനുണ്ട് കുട്ടി ഇപ്പോൾ? ആരോഹിക്ക് വയ്യെന്ന് വസ്തു പറഞ്ഞ് അറിഞ്ഞതുകൊണ്ട് മേനോൻ ആരോഹിയെ കണ്ട മാത്രമേ തന്നെ ആദ്യം ചോദിച്ചത് അതായിരുന്നു. കുഴപ്പമില്ല മുത്തശ്ശ, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നല്ല ആശ്വാസമുണ്ട്. അതിനു മറുപടിയായി മേനോൻ ഒന്ന് മൂളിയതേ ഉള്ളൂ. ഇന്നലെ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മോൾക്ക് എന്താണ് പറയാനുള്ളത്? മേനോൻ അത് ചോദിച്ചപ്പോ ആരോഹിയുടെ മിഴികൾ കോർത്തു. രൂക്ഷമായ അവളുടെ നോട്ടം അർജുനിലേക്ക് നീണ്ടു. മുത്തശ്ശ, എനിക്കിനി ഇയാളുമായി ഒരു ബന്ധത്തിന് താല്പര്യമില്ല. എടുത്തടിച്ചതുപോലെ ആരോഹി പറഞ്ഞു കളയുമെന്ന് അർജുനും ഗായത്രിയും തറവാട്ടിലുള്ള ഒരുത്തരും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ആരോഹിയുടെ ഭാഗത്തു നിന്ന് ആ മറുപടി പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ വസുധ ഒരു ചെറു ചിരിയോടെയാണ് അവളുടെ ആ തീരുമാനത്തെ കേട്ടു നിന്നത്. നിങ്ങൾ രണ്ടുപേരും 5 വർഷക്കാലമായി പ്രണയത്തിലായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അർജുന്റെ സ്വഭാവം ഏകദേശം ഇന്നലെ രാത്രി കൊണ്ട് എനിക്ക് മനസ്സിലായതാണ്. എങ്കിലും മോൾക്കിനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ കാര്യത്തിൽ പറയാനുണ്ടോ? എല്ലാവരുടെയും നോട്ടം ആരോഹിയിലേക്ക് തന്നെ നീണ്ടു. ഉണ്ട് മുത്തശ്ശ, കുറച്ച് ദിവസങ്ങളായി ഈ ഇരിക്കുന്ന അർജുന്റെ സ്വഭാവത്തിന് കുറേയേറെ മാറ്റങ്ങൾ എനിക്ക് തോന്നിയിരുന്നു. ആരോഹിയുടെ വായിൽ നിന്ന് വീണ തന്റെ പേര് ഏട്ടായെന്ന് ചേർത്തല്ലാതെ അവള് വിളിക്കാറില്ലായിരുന്നോ? എല്ലാവരുടെയും മുമ്പിൽ വെച്ചുള്ള ആരോഹിയുടെ ഈ പെരുമാറ്റം അർജുന് ഒട്ടും ദഹിച്ചില്ല. അന്നൊക്കെ ഞാൻ കരുതിയത് ചിലപ്പോൾ പോസസീവ്നെസ് കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും ഈ സംശയം എന്നാണ്. പക്ഷെ അതല്ല. അതിന്റെ പിന്നിൽ നമ്മൾ ആരും ചിന്തിക്കാത്ത മറ്റെന്തോ കാര്യമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മുൻപ് വെച്ച് അർജുൻ തന്നെ അത് പറയുകയും വേണം. ആരോഹി തീർത്തും പറഞ്ഞു. മേനോന്റെ നോട്ടം അർജുന് നേരെ നീണ്ടു. ആരോഹി പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അർജുൻ? മുത്തശ്ശ, ഇന്നലെ ഞാൻ അല്പം മദ്യപിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. മദ്യപിച്ചുകൊണ്ട് ഞാൻ ഇവളുടെ റൂമിൽ കയറി. അത് സത്യമായ കാര്യം തന്നെയാണ്. പക്ഷെ അതിന് പിന്നിലൊരു കാരണമുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഇവളുടെ ഭാഗത്തു നിന്നുള്ള അവഗണനയും എന്നോടുള്ള താല്പര്യമില്ലായ്മയും ഞാനും മനസ്സിലാക്കിയതാണ്. പ്രധാനമായും ആരോഹിക്ക് പുതിയ കമ്പനി ജോലി കിട്ടിയതിന് ശേഷമാണ് എന്നോട് ഈ അകൽച്ച കാണിച്ചു തുടങ്ങിയത്. ഒരു വേള അർജുൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാത്തതുപോലെ അവനെ തന്നെ തുറച്ചു നോക്കി നിന്നു ആരോഹി. കുറച്ചുകൂടി വ്യക്തമായി പറ. ആരോഹി ദേഷ്യത്തോടെ അർജുന് നേർക്ക് നോക്കി. ഇവൾക്ക് ഞാനറിയാതെ മറ്റാരുമായോ അരുതാത്ത ബന്ധമുണ്ട്. അത് ഞാൻ കണ്ടുപിടിക്കും. അതുറപ്പായപ്പോഴാണ് ഇവൾ ഈ കുറ്റങ്ങളെല്ലാം എന്റെ മേലിൽ ചാർത്താൻ തുടങ്ങിയത്. പ്രധാനമായും ഇവൾ ജോലിക്ക് പോകാൻ തുടങ്ങിയതിനു ശേഷമാണ് ഈ മാറ്റം ഞാൻ കണ്ടു തുടങ്ങിയത്. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇവളോട് ചോദിച്ചതേപ്പറ്റി. അന്നൊക്കെ അതെന്റെ വെറും തോന്നലാണെന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളി. പക്ഷെ എന്റെ ബലമായ സംശയം ഇവളുടെ കമ്പനിയുടെ സിഇഒയുമായിട്ട് ഇവൾക്ക് മറ്റെന്തോ ബന്ധമുണ്ടെന്ന് തന്നെയാ. അർജുൻ പറഞ്ഞു നിർത്തിയതും ആരോഹി ദേഷ്യത്തോടെ അവന്റെ മുൻപിലേക്ക് വന്ന് നിന്നു. ദേ, സംസാരിക്കുമ്പോ സൂക്ഷിച്ചു വേണം. അവന് നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ടവൾ പറഞ്ഞു. അവൾ പറഞ്ഞു തീർന്നതും അർജുൻ മുഖത്ത് സങ്കടഭാവം വരുത്തി എല്ലാവരെയും നോക്കി. കണ്ടോ, ഇതിനു മുമ്പ് ഒരിക്കൽ പോലും എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറാത്തവളാണ്. ഇപ്പൊ കണ്ടില്ലേ ഇവളുടെ സ്വഭാവം? കേട്ടു നിന്നവരെല്ലാം കാര്യം മനസ്സിലാകാത്ത പോലെ അവരിരുവരെയും മാറി മാറി നോക്കി. മുത്തശ്ശ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ആരോഗ്യ ഫോൺ വിളിച്ചു. പക്ഷെ അവൾ എന്റെ കോൾ എടുക്കാനോ ഞാൻ എന്തിനാ വിളിക്കുന്നത് എന്തിനാണെന്ന് അന്വേഷിക്കാനോ എന്നോട് സംസാരിക്കാനോ ഒന്നും തയ്യാറായില്ല. അത് പറയുന്നതോടൊപ്പം തന്നെ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് ഉയർത്തി അതിൽ താൻ വിളിച്ച കോൾ ഹിസ്റ്ററി മേനോന് നേരെ നീട്ടിക്കാണിച്ച അർജുൻ. എന്താ ആരോഹി, അർജുൻ ഇത്രയും തവണ നിന്നെ വിളിച്ചിട്ടും നീ ഫോൺ എടുക്കാതിരുന്നത്? മുത്തശ്ശനെ കോൾ ചെയ്തിരിക്കുന്ന സമയം കണ്ടോ? ഞാൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് അർജുൻ നിർത്താതെ വിളിക്കുന്നത്. 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഓഫീസ് ടൈമിൽ ഫോൺ എടുത്താൽ സാറ് വഴക്കു പറയുമെന്ന്. എന്നിട്ടും അത് കൂട്ടാക്കാതെ ഓഫീസ് ടൈമിൽ മാത്രമേ എന്നെ വിളിക്കൂ. പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുക, ജോലി കഴിഞ്ഞ് കറങ്ങാൻ പോകാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുക. ഇതൊക്കെയാണ് ഇയാളുടെ സ്വഭാവം. എല്ലാം ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മുൻപ് ഞാൻ അങ്ങനെയായിരുന്നു. ഞങ്ങൾ മാത്രമായി. പിന്നെ കുറേയേറെ പ്രാവശ്യം എന്റെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് എന്നോട് സംസാരിച്ചു. അതൊന്നും ആരോഹി ഇതുവരെ വസതിയോട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു പരുങ്ങലോടെയാണ് അവൾ ആ കാര്യങ്ങൾ പറഞ്ഞത്. എടി മതി, നീ പറഞ്ഞങ്ങ് കാട് കയറാൻ നിൽക്കണ്ട. എന്റെ മോൻ ഇപ്പൊ തെളിവ് സഹിതം പറഞ്ഞല്ലോ നിനക്ക് മറ്റാരുമായോ ബന്ധമുണ്ടെന്ന്. എനിക്കും അത് തോന്നിയതാണ്. ഗായത്രി കിട്ടിയ അവസരം മുതലാക്കിയെടുത്തു. അന്ന് നമ്മുടെ വീട്ടിൽ വെച്ച്
ഒരു പ്രശ്നം നടന്നപ്പോ ഓർക്കുന്നുണ്ടോ? ആ രാത്രി ഇവളുടെ സിഇഒ കാറിൽ നിന്ന് ഇറങ്ങി വന്നത്. അയാൾക്ക് എന്തിനായിരുന്നു അതിന്റെ ആവശ്യം? എന്റെ അറിവിൽ ഒരു കമ്പനിയുടെ സിഇഒയും ജോലിക്ക് വരുന്ന സ്റ്റാഫിനെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കാറില്ല. അയാൾക്ക് അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു ഗായത്രി. ദേ, അപ്പച്ചിയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചും കണ്ടും വേണ്ട സംസാരിക്കാൻ. ആരോഹി അതീവ ദേഷ്യത്തോടെ പറഞ്ഞു. ഓരോരുത്തരും അവരുടെ ഭാഗം നല്ല വൃത്തിയായി തന്നെ ന്യായീകരിച്ചു തുടങ്ങി. അവരുടെ സംസാരങ്ങളെല്ലാം കേട്ട് കൈകെട്ടി തന്റെ അവസരത്തിനായി കാത്തു നിൽക്കുവാണ് വസുധ. അതേ സമയം തന്നെയാണ് മേനോൻ വസുധയുടെ നേർക്ക് നോക്കിയത്. വസുധേ, നിന്റെ മോളെക്കുറിച്ചല്ലേ ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത്? ഇക്കാര്യത്തിൽ നിനക്കെന്തെങ്കിലും പറയാനുണ്ട്? ഉണ്ടച്ചാ. അർജുൻ അത്ര നല്ലവനല്ലെന്ന് ആരോഹി തിരിച്ചറിയും മുമ്പേ മനസ്സിലാക്കിയതാണ് ഞാൻ. പെട്ടെന്ന് എല്ലാവരും വസുധ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഗായത്രിയുടെ മുഖത്ത് നേർത്ത പരുങ്ങൽ പടർന്നു. അച്ഛാ, ഈ നിൽക്കുന്ന അർജുൻ മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ട്. അതുകൊള്ളാം, നല്ല കഥയായി. നിന്റെ മോള് ദുർനടത്തിപ്പ് കാണിച്ചതിന് ഇപ്പൊ എന്റെ മോന്റെ പേരിലായോ കുറ്റം? വസുധയെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഗായത്രി സംസാരിച്ചു തുടങ്ങിയതും മേനോൻ ഗായത്രിയെ താക്കീതോടെ നോക്കി. വസുധ സംസാരിക്കുമല്ലേ ഗായത്രി? അതിനുശേഷം ആവാലോ. ക്ഷമിക്കണോ അച്ഛാ. ഗായത്രി അത് പറഞ്ഞതും വസുധ വീണ്ടും തുടർന്നു. ഗായത്രി, നിങ്ങൾ കുറെ നേരമായി എന്റെ മകളെക്കുറിച്ച് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറയുന്നു. ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൻ അത്ര നല്ലവനാണോ? മുൻപ് പഠിച്ച എത്രയോ കോളേജുകളിൽ ഇവന് പല പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നു. ഇവന്റെ ജീവിതത്തിലെ എത്രാമത്തെ പെൺകുട്ടിയാണ് എന്റെ മകൾ? ആരോഗ്യമായി സ്നേഹത്തിലിരിക്കെ തന്നെ അർജുന് അവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫുമായി ബന്ധമുണ്ടായിരുന്നതല്ലേ? തറവാട്ടിലുള്ള എല്ലാവരും ഒരു നടുക്കത്തോടെയായിരുന്നു വസുധയുടെ വാക്കുകൾ കേട്ടുനിന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഏട്ടൻ തന്നെ പറയട്ടെ, ഇവൻ കോളേജിലും മറ്റുമായി ഉണ്ടാക്കിയ എത്രയെത്ര പെണ്ണുകേസുകൾ തീർക്കാൻ ഏട്ടൻ പോയിരിക്കുന്നു. വസുധ ഒരു ചോദ്യത്തോടെ ശബരിനാഥനെ നേർക്ക് നോക്കിയതും അയാളുടെ തല കുനിഞ്ഞുപോയി. പറയൂ ഏട്ടാ, പക്ഷെ സത്യം പറയണം. അർജുന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ഒരേയൊരു പെൺകുട്ടി അതെന്റെ മകൾ ആരോഹി മാത്രമായിരുന്നോ? എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തരുന്ന മറുപടിയും അത്രയേറെ ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. വസുധ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഗായത്രി ശബരിനാഥനെ നോക്കി കണ്ണും കയ്യും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അയാൾ അതൊന്നും ശ്രദ്ധിക്കാണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. കുറ്റബോധം കൊണ്ട് അയാളുടെ തല താഴ്ന്നുപോയി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛാ, ഏട്ടന്റെ ഈ മൗനത്തിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. വസുധ എല്ലാവരെയും നോക്കി പറഞ്ഞു. മേനോൻ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ശബരിനാഥന്റെ മുൻപിലേക്ക് ചെന്നു. വസുധ പറഞ്ഞ കാര്യങ്ങൾ നേരാണോടാ? മേനോന്റെ ചോദ്യത്തിന് നിശബ്ദമായി ഒന്ന് മൂളി അയാൾ. മോളെപ്പോലെ കാണേണ്ട സ്വന്തം പെങ്ങളുടെ മകളെ ചതിക്കാൻ നീയും കൂട്ടുനിന്നല്ലേ? കടന്നു പോടാ എന്റെ മുന്നീന്ന്. അത് പറയുന്നതോടൊപ്പം തന്നെ മേനോൻ ശബരിയെ പിടിച്ച് പിന്നോട്ട് തള്ളി. അയാൾ വീഴാൻ അഞ്ഞപ്പോഴേക്കും അർജുനും ഗായത്രിയും കൂടി ചേർന്ന് ശബരിയെ താങ്ങി പിടിച്ചു. ദേഷ്യത്തോടെ അവരുടെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അയാൾ ലക്ഷ്യമില്ലാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തങ്ങൾക്ക് മുന്നിലെ പഴുതുകളെല്ലാം അടഞ്ഞെന്ന് ഇതിനോടകം തന്നെ ഗായത്രിക്കും അർജുനും മനസ്സിലായിരുന്നു. ഗായത്രി പകയോടെ ആരോഗ്യം നോക്കി. എന്റെ കുടുംബം തകർത്തിട്ട് ഈ തറവാട്ടിൽ സന്തോഷത്തോടെ കഴിയാന്ന് നീ കരുതണ്ടടി. ഈ ഗായത്രി ആരാണെന്ന് ഇനി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. മറ്റാരും കേൾക്കാതെ ആരോഹിയുടെ ചെവിയിൽ മുരളുന്നത് പോലെ പറഞ്ഞു ഗായത്രി. ശേഷം അവർ ദേഷ്യത്തോടെ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് വസുധയുടെ പിൻവിളി അവളെ തേടിയെത്തിയത്. ഏടത്തിയൊന്നും അവിടെ നിന്നേ. ഏടത്തി മോനു വേണ്ടി പുതിയ പെണ്ണാലോചിക്കുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾക്ക് എന്റെ മകളെ നിങ്ങളുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ അതാദ്യമേ പറഞ്ഞ് മര്യാദയ്ക്ക് ഒഴിഞ്ഞു മാറണമായിരുന്നു. അങ്ങനായിരുന്നെങ്കിൽ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. മറിച്ച് നിങ്ങളും സ്വയം ന്യായീകരിച്ചുകൊണ്ട് എന്റെ മകളെ കുറ്റക്കാരിയാക്കാൻ നോക്കിയതുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഈ വീട്ടിൽ അരങ്ങേറിയത്. അച്ഛാ, ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്റെ മകളെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. അവരോട് രണ്ടാളോടും പോകരുതെന്ന് മേനോൻ പറഞ്ഞു. ഇനി അർജുന്റെ ഭാഗത്തു നിന്ന് ആരോഹിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ലെന്ന് അച്ഛൻ ഉറപ്പു തരാം. വേണ്ടച്ചാ, എനിക്കിപ്പോ ശരിക്കും ഭയമാണ് തോന്നുന്നത്.
ഇവനെ പോലെയുള്ള മനുഷ്യമൃഗങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഞാൻ എങ്ങനെ ഒരു പെൺകുട്ടിയുമായി ജീവിക്കും? തികച്ചും ന്യായമായ വസ്തുതയുടെ ആ ചോദ്യത്തിനു മുമ്പിൽ ഉത്തരമില്ലാതെ പകച്ചു നിന്നുപോയി ആ തറവാട്ടിലുള്ള ഓരോരുത്തരും. ഈ സമയത്ത് അർജുൻ തന്റെ പഴയ കാര്യങ്ങൾ അപ്പച്ചി എങ്ങനെ അറിഞ്ഞുവെന്ന് ഓർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. എല്ലാം കൈവിട്ടു പോയെന്ന് അവന് തോന്നി. തുടരും. നാളെ വലിയ പാട്ട് തരാം. മാങ്കില് ഒരു പാട്ട് കൂടി ഇടാൻ കേട്ടോ. ഉറങ്ങാത്തവർ വായിച്ചോളൂ.